അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ. ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ് സത്യമായിട്ടും. അതെ, കാരണം നമ്മളൊരു ബിഗ് ബോസിൻ്റെ ലാലേട്ടൻ്റെ പ്രൊമോ വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എന്താണ് അതിലെ കണ്ടൻറ്റ്, അല്ലെങ്കിൽ ഇത്തവണത്തെ ടൈറ്റിൽ എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാലേട്ടൻ പ്രൊമോക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ പ്രൊമോ, ഇന്ന് 7 മണിയായപ്പോൾ ഒരു പ്രൊമോ ഇട്ടു. പ്രൊമോ എല്ലാം കൊള്ളാം, സംഭവം എല്ലാം കൊള്ളാം, പക്ഷേ ഒന്നുമില്ല ആ പ്രൊമോയിൽ. ബിഗ് ബോസിനെ പറ്റി പറയുന്നുണ്ടോ? അതുമില്ല, ഒന്നുമില്ല, നത്തിങ്. ഞാൻ ശരിക്കും പറഞ്ഞ പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നുണ്ട്, എൻ്റെ ഈ റിയാക്ഷൻ ഇതായിരുന്നു സത്യം. കാരണം നമ്മൾ ബിഗ് ബോസിൻ്റെ പ്രൊമോ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്യും, എന്താണ് ഇതിലെ കണ്ടൻറ്റ്, അല്ലെങ്കിൽ എന്താണിതിൽ ഇത് ഇപ്രാവശ്യത്തെ ടൈറ്റിൽ എന്തായിരിക്കും, കഴിഞ്ഞ വർഷത്തെ പോലെ എന്താണ് സീസൺ 5 പോലെ തീ പാറുമോ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുകയാണ്. പക്ഷേ ഒന്നുമില്ല. ഞാൻ ഷോക്കായിപ്പോയി 7 മണിക്ക് ഈ ഒരു പ്രൊമോ കണ്ടപ്പോൾ. യൂട്യൂബിലൂടെയാണ് കേട്ടോ ഇത് വരുന്നത്. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ് ഈ പ്രൊമോ കണ്ടപ്പോൾ. പക്ഷേ പ്രൊമോ അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് എല്ലാം കൊള്ളാം, ചെയ്തു വന്ന സാധനങ്ങളെല്ലാം കൊള്ളാം, ഭയങ്കര മാസ് സാധനങ്ങളായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഓക്കെ, സമ്മതിക്കുന്നു, മാസ് സാധനങ്ങളൊക്കെയാണ്. പക്ഷേ ജസ്റ്റ് ഐ തിങ്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ടീസർ പോലെ ഒക്കെയാണ് ഞാൻ കണ്ടത്. സത്യം, ഒരു ടീസർ പോലെയാണ് ഞാൻ കണ്ടത്. ഇനിയിപ്പോൾ വൈകിപ്പിക്കുന്നില്ല, പ്രൊമോ എന്താണെന്ന് നമുക്ക് പറയാം. എൻ്റെ പേര് ഷഹീർ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയതായിട്ട് വരുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഒരു ഗോഡൗൺ ആണ് കാണിക്കുന്നത്. ഗോഡൗണിൽ ബുള്ളറ്റ് ഓടിച്ച് വരുന്ന ലാലേട്ടൻ. ആ ബുള്ളറ്റിൻ്റെ നമ്പർ പ്ലേറ്റിൽ BBS7 എഴുതിയത് വെച്ചാൽ ബിഗ് ബോസ് സീസൺ 7 എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ലാലേട്ടൻ നമ്മുടെ വാച്ച് ഇങ്ങനെ കൈ വെച്ചിങ്ങനെ വാച്ച് നോക്കുമ്പോൾ അതിൽ 7 മണി കാണിക്കുന്നു. 7 മണിയിൽ BIGG എഴുതിയിട്ട് B എന്ന് എഴുതിയിട്ടുണ്ട്. ബിഗ് ബോസ് 7 എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. 7 മണിയും ആ വാച്ചെല്ലാം ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് 7 എന്നാണ്. അതിനുശേഷം ലാലേട്ടൻ ആ ഗോഡൗണിലൂടെ നടക്കുമ്പോൾ നമ്മൾ മുണ്ട് മടക്കി കിട്ടൂലേ. അപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ സ്ഥിരം ആ ഒരു സംഭവമില്ലേ, കാല് പൊക്കി. ആ കാല് പൊക്കുന്ന സമയത്ത് ആ ഒരു കാല് പൊക്കിയ ഇത് വെച്ചിട്ട് 7 കാണിച്ചത് ഇങ്ങനെ. അതൊക്കെ ഓക്കെ, പെർഫെക്റ്റ് ആണ്, അതൊക്കെ അടിപൊളിയായിട്ട് തോന്നി കണ്ടപ്പോൾ. അത് കഴിഞ്ഞിട്ട് മുൻപോട്ട് ഇങ്ങനെ നടന്നായിരുന്നു നമ്മുടെ ലാലേട്ടൻ. എന്നിട്ട് സ്ക്രീനിൽ നോക്കിയിട്ട് വാടാ എന്ന് പറയുന്നു. ഇത്രേ ഉള്ളൂ പ്രൊമോ. എന്നിട്ട് വരുന്നു ബിഗ് ബോസ് സീസൺ 7. സത്യം ഇത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് ഭയങ്കരമായിട്ട് ഭയങ്കര പ്രൊമോ ഒക്കെ ഉണ്ടോ, ഭയങ്കര സെറ്റപ്പായിട്ടുള്ളൊരു പ്രൊമോ ആയിരിക്കും. സെറ്റപ്പൊക്കെ ഉണ്ട്, നല്ല അടിപൊളി പ്രൊമോ ആണ് ഇത്. ഇപ്പം ഈ കാണിച്ചതെല്ലാം നല്ല അടിപൊളി 5 പ്രൊമോ ആയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇതിലൊന്നും ഡയലോഗും ഒന്നുമില്ല, ബിഗ് ബോസിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇപ്പം ഇവർ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ പ്രൊമോ വെച്ച് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഇനി ജസ്റ്റ് ഒരു ഇത് കാണിച്ച ടീസർ പോലെ തന്നെ ഇത് കണ്ടിട്ട് എന്താണ് ടീസറാണോ വന്നത് എന്ന് പോലെ എനിക്ക് തോന്നിപ്പോയി. അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ പ്രൊമോയിൽ. ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ്. നമ്മൾ ഒരുപാട് കാത്തിരുന്നതാണ്, ഒരുപാട്. പക്ഷേ എന്താണ്, ഒന്നുമില്ലാതായിപ്പോയി. ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ ഇത് പ്രൊമോ കണ്ടപ്പോൾ ഞാൻ ഇന്ന് എന്ത് പറയും, ഇതിൽ വന്നിട്ട് എന്ത് പറയും എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. അറിയത്തില്ല പ്രൊമോ. പക്ഷെ പ്രൊമോയിലെ ഉള്ളിലത്തെ വർക്കുകളെല്ലാം കൊള്ളാം. അതിൽ നടന്നു വരുന്നതും BB7 എഴുതി കാണിക്കുന്നതും 7 എഴുതി കാണിക്കുന്നത് നല്ല അടിപൊളി സെറ്റപ്പായിട്ടുണ്ട്. അതൊക്കെ അടിപൊളി സാധനങ്ങളാണ്. പക്ഷേ ചിലപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എന്തെങ്കിലും ക്ലൂ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അതിൽ ചിലപ്പോൾ ഇപ്പം കാണിച്ചു തന്ന പ്രൊമോയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ക്ലൂ ഒക്കെ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. ഇനി പക്ഷേ ഇന്നലെ പോസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല. സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്നൊക്കെ പറഞ്ഞു, ജൂലൈ 4th എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രൊമോയിൽ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ജസ്റ്റ് ഒരു പ്രൊമോ മാത്രം, എന്തോ ഒരു പ്രൊമോ എന്നുള്ള രീതിയിൽ. പക്ഷേ ലാലേട്ടൻ്റെ സംഭവങ്ങളെല്ലാം മാസമായിരുന്നു, അടിപൊളിയായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ നമുക്ക് ആ ഒരു വേഷം കണ്ടപ്പോഴേ നമുക്ക് ഒരു തുടരും അതെ, ആ ഒരു ലുക്കൊക്കെ കണ്ടപ്പോൾ
അടിപൊളിയായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുപോലത്തെ ഒരു പ്രൊമോ ഒക്കെയാണ് വിചാരിച്ചത്. അത്യാവശ്യം ടൈറ്റിലൊക്കെ എഴുതി പറയുന്നുള്ളൊരിതാണ്. ചിലപ്പോൾ ഇനി നാളെയോ മറ്റന്നാളോ ചിലപ്പോൾ വേറെ പ്രൊമോ വന്നേക്കാം. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലാലേട്ടൻ്റെ ഇതൊന്ന് എന്താണ് സോഷ്യൽ മീഡിയ ഒന്ന് ഇളക്കി മറിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൊമോ ഇട്ടെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.